എടാ എത്ര ഗഡ്സുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞാലും ലൈഫിൽ ചില സമയത്ത് ചില മനുഷ്യർ നിൽക്കുന്നൊരു പോയിന്റ് ഉണ്ട്, സ്റ്റക്കായി നിൽക്കുന്നൊരു പോയിന്റ്. വേറെ ഒന്നുമല്ല, നമ്മൾ ഉള്ളിൽ അനുഭവിക്കുന്ന കാര്യം അത് പുറത്ത് തുറന്ന് പറയാൻ പറ്റാതായി പോകുന്നൊരു പോയിന്റാണ്. എടാ ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ കിടന്നിങ്ങനെ തകരാവും, പൊട്ടിപ്പൊളിയാവും, പക്ഷെ ഒരാളോട് നമുക്ക് പറയാൻ കഴിയൂല. അത് എത്ര ക്ലോസ് ആയ ആളാണെന്ന് പറഞ്ഞാലും ആ സമയത്ത് നമുക്ക് കഴിയൂലടാ. എന്താ പറയാ, എങ്ങനെ പറയാ അറിയില്ല. ഇതിനൊരു ഉത്തരം കിട്ടിയാൽ എടാ ഇപ്പം നമ്മളെ ഉള്ളിൽ എന്താണ് ഉള്ളത് എന്ന് ഒരാൾക്ക് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ കേട്ടിട്ട് വേണ്ട ഇവർക്ക് മനസ്സിലാകാൻ. അത് പറഞ്ഞു കൊടുക്കാൻ അറിയില്ലെങ്കിലോ? ആ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്ക്. ഇപ്പം നമ്മൾ അത്രയും ആത്മാർത്ഥമായ ഒരു സുഹൃത്ത്, ഒരു ഫ്രണ്ട്, ഈ ഒരു ഫ്രണ്ടിനോട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മൾ ആകെ പതറിപ്പോവാണ്. ഈ ഒരു പതറിപ്പോകുന്നത് എന്തുകൊണ്ടാന്ന് ഈ ഒരു ഫ്രണ്ട് നമ്മളോട് ഒരു 100 തവണ ചോദിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറയാൻ പറ്റണില്ല. ആ ഒരു സിറ്റുവേഷൻ അത് ഫേസ് ചെയ്ത ആളുകൾക്ക് എന്താ അറിയോ, അവർക്കതിൻ്റെ ഒരു പെയിന് മനസ്സിലാവും. കാരണം ഇവിടെ വരെ വാക്കുകൾ ഉണ്ടാവും, ഇവിടുന്ന് ഇങ്ങോട്ടാണ് വാക്കുകൾ കിട്ടാത്തത്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും ഒരു സയൻസും അതിന് ആൻസർ കണ്ടെത്തിയിട്ടില്ല. അത് ഓരോ മനുഷ്യനും അനുഭവിക്കുന്ന സിറ്റുവേഷനാണ്. അതാ ഞാൻ പറഞ്ഞത്, എത്ര ഗഡ്സ് ഉള്ള മനുഷ്യനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പോയിന്റിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അതെങ്ങനെ പറയണമെന്നും അറിയില്ല. പിന്നെ ചില ആളുകൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില ആളുകളെ കിട്ടും നമുക്ക്. അങ്ങനെ ആളുകളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഭാഗ്യ. നമ്മൾ പറയാതെ ചില കാര്യങ്ങൾ ഇവർക്ക് മനസ്സിലാവും. അതായത് നമ്മളെ കംപ്ലീറ്റ് കാര്യങ്ങൾ അറിയുന്ന ആളുകൾക്കായിട്ട് ഞാൻ പറയുന്നത്, ഇവർക്ക് നമ്മൾ തുറന്നു പറയാണ്ട് നമ്മൾ ഏത് സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ചില ആളുകൾക്ക് മനസ്സിലാവും. വളരെ ചുരുങ്ങിയ ആളുകൾക്ക്, 10 ആളുകളായിട്ട് നമുക്ക് നല്ല കണക്ഷൻ ഉണ്ടെങ്കിൽ അതിൽ 1-2 പേർക്ക് മാത്രമേ നമ്മൾ പറയാതെ നമ്മളെ അവസ്ഥ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരാളെ നമുക്ക് നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആക്ച്വലി വി ആർ ബ്ലെസ്ഡ്, വി ആർ ലക്കി ടു ഹാവ് ദം ഇൻ അവർ ലൈഫ്. അതിൻ്റെ അപ്പുറത്തോട്ട് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ലടാ. അങ്ങനെയുള്ള ആളുകളെ കിട്ടുക എന്ന് പറയുന്നത് ഈ ഭൂമിയിലെ, ഈ ദുനിയാവിലെ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് അങ്ങനെ ഒരാൾ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ അയാൾ എപ്പോഴും നിങ്ങൾക്ക് നല്ലതിനാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ആ ഒരു സമയത്ത് പുറത്ത് തുറന്ന് പറയാൻ പറ്റാതെ പോകുന്ന സമയത്ത് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലും പ്രോപ്പർ ആൻസർ ഇല്ലടാ. കാരണം അത് ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത്. പക്ഷെ ഞാൻ ആ സമയത്ത് എങ്ങനെയാ മാറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ലായിരുന്നു. തുറന്ന് പറയാനും എന്നോട് ചോദിക്കാനും എന്നെ മനസ്സിലാക്കാനും എന്നെ കേൾക്കാനും ഒരാളില്ല ആ സമയത്ത്. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഞാൻ എന്നോട് തന്നെ ഉത്തരങ്ങൾ പറഞ്ഞു, ഞാൻ എന്നെ തന്നെ മാറ്റിയെടുത്തു. അതാണ് അതിലാകെയുള്ള ഒരു മെഡിസിൻ എനിക്ക് മനസ്സിലായത്. 10 ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ 10 ആൻസർ കിട്ടും ഇതിന്. കാരണം എന്നെ സംബന്ധിച്ച് എന്നോട് ചോദിക്കാൻ ഒരാളില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനും ഒരാളില്ല. അപ്പം ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ എന്നോട് ചോദിക്കും, അതിൻ്റെ ഉത്തരങ്ങൾ ഞാൻ തന്നെ കണ്ടെത്തും, ഞാൻ തന്നെ സോർട്ട് ചെയ്യും, ഞാൻ തന്നെ തീർക്കും. അതിലിപ്പോൾ ഞാൻ യൂസ്ഡായി. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ, ചോദിക്കാൻ ഒരാളുണ്ടെങ്കിൽ, പറയാതെ മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരാളുണ്ടെങ്കിൽ ഭാഗ്യമാണ്. ഇവിടെ നിർത്തുക.